ഇന്ന് നമ്മൾ നോക്കാൻ പോവുക മൈനർ ഡയമീറ്റർ അല്ലെങ്കിൽ റൂട്ട് ഡയമീറ്റർ മെഷർമെൻ്റ് ആണ്. അതിനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോവുക. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്റ്റേണൽ ത്രെഡിൻ്റെ മൈനർ ഡയമീറ്റർ എങ്ങനെ മെഷർ ചെയ്യാം. അപ്പോൾ അതിനുള്ളൊരു മെത്തേഡാണ് 2V പീസസ് മെത്തേഡ്. അപ്പോൾ ആ പേര് പോലെ തന്നെ രണ്ട് V പീസസ് യൂസ് ചെയ്തുകൊണ്ടുള്ള മെത്തേഡാണ് 2V പീസസ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ആദ്യം അതിനൊരു ഡയഗ്രം നോക്കാം. ഈ കാണുന്നതാണ് ത്രെഡ്. അവിടെ നമ്മൾ വി ഷേപ്പിലുള്ള രണ്ട് പീസസ് യൂസ് ചെയ്യും. ദെൻ അതിന് മുകളിലായിട്ട് മൈക്രോമീറ്റർ ആൻവിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, മൈനർ ഡയമീറ്റർ ഓഫ് എ വി സ്ക്രൂ ത്രെഡ് ഈസ് മെഷേർഡ് ബൈ എ കമ്പാരേറ്റീവ് മെത്തേഡ് യൂസിങ് ഫ്ലോട്ടിംഗ് കാരിയർ ഡയമീറ്റർ മെഷറിംഗ് മെഷീൻ ആൻഡ് ടു സ്മോൾ വി പീസസ് വിച്ച് മേക്സ് കോണ്ടാക്ട് വിത്ത് ദ റൂട്ട് ഓഫ് ദ ത്രെഡ്. അപ്പം നമ്മളിവിടെ റൂട്ട് ഡയമീറ്റർ ആണ് അല്ലെങ്കിൽ മൈനർ ഡയമീറ്റർ ആണ് മെഷർ ചെയ്യുന്നത് എക്സ്റ്റേണൽ ത്രെഡിനെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് വി പീസസ് യൂസ് ചെയ്യും. ആ വി പീസസിന് പ്രത്യേകത എന്താണ്? വിച്ച് മേക്ക് കോണ്ടാക്ട് വിത്ത് ദ റൂട്ട് ഓഫ് ദ ത്രെഡ്. ഒരു ത്രെഡിൻ്റെ റൂട്ടുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന രീതിയിലുള്ള ഷേപ്പിലുള്ള ഒന്നായിരിക്കും വി പീസസ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യുന്നത് മൈക്രോമീറ്റർ ആൻവിൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ബെഞ്ച് മൈക്രോമീറ്റർ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തുകൊണ്ട് മെഷർമെൻറ്റ് എടുക്കാം. ഓക്കെ, their ends have radius less than the root radius and included angle less than the thread angle. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വി പീസസ്, അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് റൂട്ട് റേഡിയസിനേക്കാളും ലെസ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ റൂട്ടിൽ കറക്റ്റായിട്ട് ഈ വി പീസസിനെ പ്ലേസ് ചെയ്യാൻ സാധിക്കൂ. ദെൻ അതോടൊപ്പം തന്നെ ഇൻക്ലൂഡഡ് ആംഗിൾ അത് ത്രെഡ് ആംഗിളിനേക്കാളും ചെറുതായിരിക്കണം. ഈ വി പീസസിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് ത്രെഡ് ആംഗിളിനേക്കാളും ചെറുതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് റൂട്ടിൽ വി പീസസ് പ്ലേസ് ചെയ്യാൻ പറ്റും. ദെൻ ദ വി പീസസ് ആർ പ്ലേസ്ഡ് on each side of the workpiece with their bases against the anvils of the micrometer and the reading is noted. അപ്പോൾ ആദ്യം ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു സ്റ്റാൻഡേർഡ് വെക്കും. സ്റ്റാൻഡേർഡിന് മുകളിൽ വി പീസസ് വെക്കും. ദെൻ അതിന് ശേഷം മൈക്രോമീറ്റർ ആൻവിൽസ് മേ ബി ബെഞ്ച് മൈക്രോമീറ്റർ ആകാം, അതല്ലെങ്കിൽ ഓർഡിനറി മൈക്രോമീറ്റർ ആകാം. അപ്പോൾ എനിവേ അത് യൂസ് ചെയ്തുകൊണ്ട് റീഡിങ്സ് എടുക്കുന്നു. ദെൻ അതിനുശേഷം എന്തായിരിക്കും ചെയ്യുക? അതിനുശേഷമായിരിക്കും നമ്മൾ ഒറിജിനൽ ത്രെഡ് വി പീസസിനിടയ്ക്ക് പ്ലേസ് ചെയ്ത് ദെൻ മൈക്രോമീറ്റർ അല്ലെങ്കിൽ ബെഞ്ച് മൈക്രോമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് മെഷർമെൻറ്റ് എടുക്കുന്നത്. ദ ത്രെഡഡ് വർക്ക് പീസ് ഈസ് ദെൻ റീപ്ലേസ്ഡ് ബൈ എ സ്റ്റാൻഡേർഡ് റെഫറൻസ് സിലിണ്ടറിക്കൽ സെറ്റിംഗ് ഗേജ് ഓഫ് ഡയമീറ്റർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ മൈനർ ഡയമീറ്റർ ഓഫ് ദ സ്ക്രൂ to be measured and second reading of the micrometer is taken. അപ്പോൾ ഇനീഷ്യലി നമ്മളിവിടെ ഒരു സെറ്റിംഗ് ഗേജ് യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ത്രെഡിൻ്റെ മൈനർ ഡയമീറ്ററിന് ഇക്വലൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെറ്റിംഗ് ഗേജ് ഓഫ് ഡയമീറ്റർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ മൈനർ ഡയമീറ്റർ ഓഫ് ദ സ്ക്രൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സെറ്റിംഗ് ഗേജ് വെച്ച് റീഡിംഗ് എടുക്കുന്നു. ദെൻ ത്രെഡ് വെച്ച് റീഡിംഗ് എടുക്കുന്നു. അപ്പോൾ എനിവേ നമ്മൾ രണ്ട് റീഡിങ്സ് എടുക്കുന്നു. ഒന്ന് ത്രെഡ് വെച്ചുകൊണ്ടുള്ളതും ഒന്ന് സെറ്റിംഗ് ഗേജ് വെച്ചുകൊണ്ടുള്ളതും. ഓക്കെ, ദെൻ മൈനർ ഡയമീറ്റർ ഓഫ് ദ എക്സ്റ്റേണൽ ത്രെഡ് ക്യാപിറ്റൽ ഡി ഈക്വൽ ടു എസ് പ്ലസ് ഓർ മൈനസ് R2 മൈനസ് R1 വെയർ R1 ഈസ് ദ മൈക്രോമീറ്റർ റീഡിംഗ് ഓൺ സ്റ്റാൻഡേർഡ് സിലിണ്ടറിക്കൽ ഗേജ് ആൻഡ് R2 ഈസ് ദ മൈക്രോമീറ്റർ റീഡിംഗ് ഓൺ ത്രെഡഡ് വർക്ക് പീസ്. ദെൻ അടുത്തത് ഇൻറ്റേർണൽ ത്രെഡിൻ്റെ മൈനർ ഡയമീറ്റർ മെഷർ ചെയ്യാനുള്ള മാർഗങ്ങളാണ്. അതിന് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. യൂസിങ് ടേപ്പർ പാരലൽസ് ആൻഡ് യൂസിങ് റോളേഴ്സ് ആൻഡ് സ്ലിപ്പ് ഗേജസ് ഫോർ മെഷർമെൻറ്റ് ഓഫ് മൈനർ ഡയമീറ്റർ ഓഫ് ഇൻറ്റേർണൽ ത്രെഡ്. ദെൻ ഫസ്റ്റ് വൺ യൂസിങ് ടേപ്പർ പാരലൽസ്. അപ്പോൾ അവിടെ എന്താണ്? നമുക്ക് ഈ ഡയഗ്രം നോക്കാം. ഈ കാണുന്നതാണ് ഇൻറ്റേർണൽ ത്രെഡ്. അപ്പോൾ ഈ ഇൻറ്റേർണൽ ത്രെഡിനിടയ്ക്ക് ഈ ഷേപ്പിലുള്ള വെഡ്ജ് ഷേപ്പിലുള്ള ടേപ്പർ പാരലൽസ് അതിനിടയ്ക്ക് ഈ ഒരു രീതിയിൽ പ്ലേസ് ചെയ്ത് ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യും. മീൻസ്
ഈ ത്രെഡിനിടയ്ക്കും ടേപ്പർ പാരലിനിടയ്ക്കും ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ ടേപ്പർ പാരൽ യൂസ് ചെയ്തുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഈ ത്രെഡിനിടയ്ക്കുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യും. ഈ കാണുന്ന രീതിയിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, ദെൻ അതിനുശേഷം മൈക്രോമീറ്റർ ആനുവലി യൂസ് ചെയ്തുകൊണ്ട് റീഡിങ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനർ ഡയമീറ്റർ കിട്ടും. യൂസ്ഡ് ഫോർ ഡയമീറ്റേഴ്സ് ലെസ് ദാൻ 20 mm. ടേപ്പർ പാരലൽസ് ആർ പെയർ ഓഫ് വെഡ്ജസ് ഹാവിങ് പാരലൽ ഔട്ടർ എഡ്ജസ്. അപ്പോൾ ഇതാണ് ആ പാരലൽ ഔട്ടർ എഡ്ജസ്. The diameter across their outer edges can be changed by sliding over each other. അപ്പോൾ ഈ രണ്ട് ടേപ്പർ പാരലൽസ് സ്ലൈഡ് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഹോൾ എന്ന് പറയുന്നത് ശരിയല്ല, ഈ ഒരു ഗ്യാപ്പ് എന്താണോ ഗ്യാപ്പ് ഈ ഒരു കാണുന്ന രീതിയിൽ ഫില്ല് ചെയ്ത് വെക്കാൻ സാധിക്കുക. The taper parallels are inserted inside the thread and adjusted until firm contact is established with the മൈനർ ഡയമീറ്റർ. അപ്പോൾ ടേപ്പർ പാരലൽസ് സ്ലൈഡ് ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഫോം ആയിട്ട് വെക്കുന്നു. ഓക്കെ, ദെൻ എന്ത് ചെയ്യും? ഡയമീറ്റർ ഓവർ ദ ഔട്ടർ എഡ്ജ് ഈസ് മെഷേർഡ് വിത്ത് എ മൈക്രോമീറ്റർ. ദെൻ മൈക്രോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഔട്ടർ എഡ്ജ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനർ ഡയമീറ്റർ കിട്ടും. ദെൻ അടുത്ത മെത്തേഡാണ് ഇൻറ്റേർണൽ ത്രെഡിൻ്റെ മൈനർ ഡയമീറ്റർ മെഷർ ചെയ്യാനുള്ളത്. യൂസിങ് റോളേഴ്സ് ആൻഡ് സ്ലിപ്പ് ഗേജസ്. സ്ലിപ്പ് ഗേജസും റോളേഴ്സും യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡാണ്. യൂസ്ഡ് ഫോർ മോർ ദാൻ 20 mm ഡയമീറ്റർ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്രം നോക്കാം. ഇതാണ് ഇൻറ്റേർണൽ ത്രെഡ്. ദെൻ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് റോളേഴ്സ് യൂസ് ചെയ്യുന്നു. ദെൻ അതോടൊപ്പം തന്നെ സ്ലിപ്പ് ഗേജസും യൂസ് ചെയ്തു. അപ്പോൾ സ്ലിപ്പ് ഗേജസും അതുപോലെ നോൺ ഡയമീറ്റർ ഉള്ള റോളേഴ്സും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ മൈനർ ഡയമീറ്റർ എത്രയാണോ ആ ഡയമീറ്ററിൽ ഫില്ല് ചെയ്യുന്നു. ഓക്കെ, പ്രിസിഷൻ റോളേഴ്സ് ആർ ഇൻസൈഡ് ദ ത്രെഡ് ആൻഡ് പ്രോപ്പർ സ്ലിപ്പ് ഗേജസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദ റോളേഴ്സ് സോ ദാറ്റ് ഫേം കോണ്ടാക്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. നേരത്തെ കേസിൽ ടേപ്പർ പാരലൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ മൈനർ ഡയമീറ്റർ ഫില്ല് ചെയ്തെങ്കിൽ ഇവിടെ റോളേഴ്സും സ്ലിപ്പ് ഗേജസും യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫേം കോണ്ടാക്ട് വരുത്തി ആ മൈനർ ഡയമീറ്റർ ഫില്ല് ചെയ്തു. ദെൻ ദ മൈനർ ഡയമീറ്റർ ഈസ് ദ ലെങ്ത് ഓഫ് സ്ലിപ്പ് ഗേജസ് പ്ലസ് ട്വൈസ് ദ ഡയമീറ്റർ ഓഫ് റോളർ. ഇവിടെ രണ്ട് റോളർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് റോളറിൻ്റെയും ഡയമീറ്റർ പ്ലസ് ഈ ടോട്ടൽ സ്ലിപ്പ് ഗേജിൻ്റെ ഡയമെൻഷൻ എന്താണോ എന്തായിരിക്കും കിട്ടുക? മൈനർ ഡയമീറ്റർ ഓഫ് ദ ഇൻറ്റേർണൽ ത്രെഡ്. ഓക്കെ, അപ്പോൾ അതാണ് യൂസിങ് റോളേഴ്സ് ആൻഡ് സ്ലിപ്പ് ഗേജസ്. ഇനി അടുത്തത്, അപ്പം ആ കാര്യമാണ് ഈ കാണുന്നത് ഡയമീറ്റർ ഓഫ് ദ റോളർ. അതുപോലെ എക്സ് എന്ന് പറയുന്നതാണ് ടോട്ടൽ സ്ലിപ്പ് ഗേജിൻ്റെ ഡയമെൻഷൻ. ഇതിനടുത്തതാണ് നമുക്ക് മെഷർമെൻറ്റ് ഓഫ് എഫക്റ്റീവ് ഡയമീറ്റർ അല്ലെങ്കിൽ പിച്ച് ഡയമീറ്റർ. എങ്ങനെയാണ് ഒരു ത്രെഡിൻ്റെ എഫക്റ്റീവ് ഡയമീറ്റർ അല്ലെങ്കിൽ പിച്ച് ഡയമീറ്റർ മെഷർ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ആദ്യം എക്സ്റ്റേണൽ ത്രെഡിൻ്റെ കേസ് എടുക്കാം. എക്സ്റ്റേണൽ ത്രെഡിൻ്റെ കേസിൽ എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുക? ദ ത്രെഡ് മെഷർമെൻറ്റ് ബൈ വയർ മെത്തേഡ് ഈസ് എ സിമ്പിൾ ആൻഡ് പോപ്പുലർ വേ ഓഫ് മെഷറിങ് ആൻഡ് എഫക്റ്റീവ് ഡയമീറ്റർ. അപ്പോൾ നമ്മൾ എഫക്റ്റീവ് ഡയമീറ്റർ ഫോർ എക്സ്റ്റേണൽ ത്രെഡ് മെഷർ ചെയ്യാനുള്ള സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ കാണുന്നത്. 1 wire method, 2 wire method, 3 wire method ആൻഡ് ത്രെഡ് മൈക്രോമീറ്റർ മെത്തേഡ്. ഇത്രയും മെത്തേഡ്സിലൂടെ നമുക്ക് ഒരു എക്സ്റ്റേണൽ ത്രെഡ്, ആ എക്സ്റ്റേണൽ ത്രെഡിൻ്റെ എഫക്റ്റീവ് ഡയമീറ്റർ അല്ലെങ്കിൽ പിച്ച് ഡയമീറ്റർ മെഷർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ത്രെഡ് മെഷർമെൻറ്റ് ബൈ വയർ മെത്തേഡ് ഈസ് എ സിമ്പിൾ ആൻഡ് പോപ്പുലർ വേ ഓഫ് മെഷറിങ് ആൻഡ് എഫക്റ്റീവ് ഡയമീറ്റർ. ഹിയർ വി യൂസ് 1 wire, 2 wire ആൻഡ് 3 wire മെത്തേഡ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് മെത്തേഡായ ത്രെഡ് മൈക്രോമീറ്റർ മെത്തേഡ് നോക്കാം. അപ്പോൾ എന്താണ് ത്രെഡ് മൈക്രോമീറ്റർ മെത്തേഡ്? ഈ കാണുന്ന രീതിയിൽ കണ്ടോ, ഈ കാണുന്ന രീതിയിൽ ഇതാണ് ത്രെഡ്. അപ്പോൾ നമ്മളിവിടെ ആയിട്ട് രണ്ട് ആ ത്രെഡിലേക്ക് ഫിക്സ് ചെയ്യാവുന്ന തരത്തിലുള്ള ഷേപ്പിലുള്ള ആൻവിൽസ് വെച്ചുകൊണ്ടായിരിക്കും മെഷർ ചെയ്യുക. സിമിലർ to ordinary micrometer, but it has special contacts to suit
the end screw thread form that is to be checked. അപ്പോൾ ഓർഡിനറി മൈക്രോമീറ്റർ തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറയുന്ന ആ ഓർഡിനറി മൈക്രോമീറ്ററിൻ്റെ എൻഡുകൾ ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിന് പകരം ആ ത്രെഡിൽ സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഒരു ഷേപ്പായിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. Contact points are selected depending upon the type and pitch of the thread to be measured. അപ്പോൾ ഏത് ടൈപ്പ് ത്രെഡാണ്, ആ ത്രെഡിൻ്റെ പിച്ച് എത്രയാണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ കോണ്ടാക്റ്റ് പോയിൻ്റ് സെലക്ട് ചെയ്യുക. Then in this micrometer, the end of the spindle is pointed to the V-thread form with a corresponding V recess in the fixed anvil. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ അൻവിലിൽ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ ആ ത്രെഡിൽ ഇത്തരത്തിൽ രണ്ട് എൻഡുകൾ ത്രെഡിലേക്ക് പ്ലേസ് ചെയ്തുകൊണ്ട് മെഷർമെൻറ്റ് എടുക്കുന്ന രീതിയാണ് ത്രെഡ് മൈക്രോമീറ്റർ മെത്തേഡ്. If the contacts are adjusted correctly, the micrometer gives the pitch diameter or effective diameter. Here, anvils are made to contact the thread to be checked and the reading is taken, which gives the pitch diameter or effective diameter of the thread. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ മൈക്രോമീറ്റർ രണ്ട് എൻഡുകൾ ഈ ഒരു ഷേപ്പിലുള്ള എൻഡുകൾ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ത്രെഡിൽ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ട് മെഷർമെൻറ്റ് എടുക്കുന്നു, മൈക്രോമീറ്റർ റീഡിംഗ് എടുക്കുന്നു. ആൻഡ് ഇറ്റ് ഗീവ്സ് ദ എഫക്റ്റീവ് ഡയമീറ്റർ ഓർ പിച്ച് ഡയമീറ്റർ. ഇനി അടുത്ത മെത്തേഡാണ് വൺ വയർ മെത്തേഡ്. എന്താണ് വൺ വയർ മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഇമേജ് നോക്കാം. ഈ കാണുന്നതാണ് ത്രെഡ്. അപ്പോൾ നമ്മളൊരു സ്റ്റീൽ വയർ, ഒരു പർട്ടിക്കുലർ ഡയമീറ്ററുള്ള സ്റ്റീൽ വയർ ഈ ത്രെഡിനിടയ്ക്ക് പ്ലേസ് ചെയ്യുന്നു. ദെൻ ഈ കാണുന്നതാണ് മൈക്രോമീറ്ററിൻ്റെ ആൻവിൽസ്. എന്നിട്ട് റീഡിംഗ് എടുക്കുന്നു. വയർ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ടു ത്രെഡ്സ് അറ്റ് വൺ സൈഡ് and the anvil of the measuring micrometer contacts the crest on the other side. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒരു വയർ ആ ത്രെഡിൽ പ്ലേസ് ചെയ്തു, സ്റ്റീൽ വയർ. ദെൻ സ്റ്റീൽ വയറിന് മുകളിലായിട്ട് മൈക്രോമീറ്ററിൻ്റെ ഒരു എൻഡുണ്ട്, ഒരു അൻവിലുണ്ട്. ദെൻ അടുത്ത മൈക്രോമീറ്ററിൻ്റെ അൻവിൽ എന്ന് പറയുന്നത് ക്രസ്റ്റുമായിട്ട് കോൺടാക്റ്റിൽ വരുത്തിയിരിക്കുന്നു. This method is used if a standard gauge of the same dimension as the theoretical value of dimension over wire is available. First of all, the micrometer anvils are set over the standard. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നു, ദെൻ അതിനുശേഷം ആക്ച്വൽ ത്രെഡ് യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, the micrometer anvils are set over the standard gauge and the dimension is not down. That is D1. Thereafter, the screw to be inspected is held either in hand or in a fixture, and the micrometer anvils are set over the wire and the dimension is not down, that is D2. Then the effective diameter is equal to S plus or minus D1 minus D2, where S is the size of setting gauge. If D2 greater than D1, use positive sign, and if D2 less than D1, use negative sign. Micrometer readings are taken at 2 or 3 different locations and the average value is calculated. This value is compared with the value obtained with the standard gauge. Then the resulting difference is a reflection of error in the effective diameter of the screw. Okay, അപ്പോൾ അതാണ് വൺ വയർ മെത്തേഡ്. അവിടെ ഒരു സിംഗിൾ സ്റ്റീൽ വയർ യൂസ് ചെയ്തുകൊണ്ട് മൈക്രോമീറ്റർ ആൻവിൽസ് യൂസ് ചെയ്തുകൊണ്ട് എഫക്റ്റീവ് ഡയമീറ്റർ മെഷർ ചെയ്യുന്നു. Then last point, an important point to be kept in mind is that the diameter of the wire selected should be such that it makes contact with the screw along the pitch cylinder. Okay, അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡയമീറ്റർ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ആ ഡയമീറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് മേക്സ് കോണ്ടാക്ട് വിത്ത് ദ സ്ക്രൂ അലോങ് ദ പിച്ച് സിലിണ്ടർ. ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് ടു വയർ മെത്തേഡ്. നമുക്ക് നോക്കാം അതിൻ്റെ ഇമേജ്. ഈ കാണുന്നതാണ് ടു വയർ മെത്തേഡ്. അപ്പോൾ ആ ത്രെഡിൻ്റെ ഒരു എൻഡിൽ ഒരു സ്റ്റീൽ വയറും വേറൊരു എൻഡിൽ ഒരു സ്റ്റീൽ വയറും ഉണ്ട്.
അപ്പോൾ ഈ രണ്ട് സ്റ്റീൽ വെയറിന് മുകളിലായിട്ട് മൈക്രോമീറ്ററിൻ്റെ ആൻവിൽസ് പ്ലേസ് ചെയ്യുന്നു. In this method, effective diameter of a screw thread is measured by placing two steel wires of identical diameter are placed on opposite flanks of the thread. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ത്രെഡിൻ്റെ ഫ്ലാങ്സിലായിട്ട് നമ്മൾ രണ്ട് സ്റ്റീൽ വെയർ പ്ലേസ് ചെയ്യുന്നു, അതിന് മുകളിലായിട്ട് മൈക്രോമീറ്ററിൻ്റെ ആൻവിൽസ് പ്ലേസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ കാണുന്ന 2 വയർ മെത്തേഡ്. അപ്പോൾ ഇതിൽ എം എന്ന് പറയുന്നതാണ് രണ്ട് അൻവിലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ടി എന്ന് പറയുന്നതാണ് ഓരോ സ്റ്റീൽ വെയറിൻ്റെയും ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെയുള്ള ദൂരമാണ് ടി എന്ന് പറയുന്നത്. ഇ എന്ന് പറയുന്നതാണ് എഫക്റ്റീവ് ഡയമീറ്റർ. ദെൻ P/2 എന്ന് പറയുന്നത് ഈ പിച്ച് ലൈനും അതുപോലെ തന്നെ ആ റോളറിൻ്റെ എൻഡും തമ്മിലുള്ള ആ ഗ്യാപ്പിനെയാണ് P/2 എന്ന് പറയുന്നത്. ഇവിടെയും P/2. ഓക്കെ. Then wires of suitable sizes are placed between the standard and the micrometer anvils and the first micrometer reading is taken. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ സ്റ്റാൻഡേർഡ് വെക്കുന്നു, സ്റ്റാൻഡേർഡിന് മുകളിൽ 2 വയർ വെക്കുന്നു, റീഡിങ്സ് എടുക്കുന്നു. ദെൻ മൈക്രോമീറ്റർ റീഡിംഗ് ഓവർ സ്റ്റാൻഡേർഡ് ആൻഡ് വയേഴ്സ് ഈക്വൽ ടു R1. അപ്പോൾ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഫസ്റ്റ് റീഡിംഗ് ആണ് R1. ദെൻ ദ സ്റ്റാൻഡേർഡ് ഈസ് replaced by the screw thread to be measured and the second micrometer reading is taken. Then standard replace ചെയ്ത് actual thread place ചെയ്യുന്നു. Then micrometer reading over screw thread and wires equal to R2. Then R2 എന്ന് പറയുന്ന മൈക്രോമീറ്റർ റീഡിംഗ് മെഷർ ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഇമേജ് ആണ് ഈ കാണുന്നത്. ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വെച്ചു, സ്റ്റാൻഡേർഡിന് മുകളിലായിട്ട് വയർ വെച്ചു, ദെൻ മൈക്രോമീറ്റർ അൻവിൽ യൂസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യുന്നു, ദെൻ ആക്ച്വൽ ത്രെഡ് വെച്ചു, ദെൻ വയേഴ്സ് പ്ലേസ് ചെയ്തു, ദെൻ മൈക്രോമീറ്റർ അൻവിൽ യൂസ് ചെയ്തുകൊണ്ട് റീഡിംഗ് എടുക്കുന്നു. ഹിയർ എം എന്ന് പറയുന്നത് 2 മൈക്രോമീറ്റർ അൻവിൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ടി എന്ന് പറയുന്നത് റോളേഴ്സിൻ്റെ എൻഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇ എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡയമീറ്റർ, P/2 എന്ന് പറയുന്നത് പിച്ച് ലൈനും അതുപോലെ തന്നെ റോളറിൻ്റെ എൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് P/2. Then diameter of the standard S and diameter under wire T effective diameter equal to S. ഓൾറെഡി നമ്മൾ കണ്ടു. T എന്താണെന്ന് കണ്ടു, അതുപോലെ E എന്താണെന്ന് കണ്ടു, M എന്താണെന്ന് കണ്ടു, P/2 കണ്ടു. ദെൻ S എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ സ്റ്റാൻഡേർഡ്. ദെൻ എഫക്റ്റീവ് ഡയമീറ്റർ E ഈക്വൽ ടു T + B. ഈ ഡയഗ്രം നമുക്ക് നോക്കുകയാണെങ്കിൽ എഫക്റ്റീവ് ഡയമീറ്റർ എന്ന് പറയുന്നത് T + P/2 + P/2 ആണ്. മീൻസ് E ഈക്വൽ ടു T + P ആണ്. and T equal to S minus R1 minus R2. Okay, and P equal to constant calculated for different threads. It depends upon the diameter of wire and pitch of the thread. Next method ആണ് 3 wire method. എന്താണ് 3 wire method? ഇമേജ് നോക്കാം. അവിടെ ത്രെഡിന് മുകളിലായിട്ടൊരു വയർ ഉണ്ടാകും, താഴെയായിട്ട് 2 സ്റ്റീൽ വയേഴ്സ് ഉണ്ടാകും. ഈ 3 വയറും സെയിം ഡയമീറ്റർ ഉള്ള വയറായിരിക്കും. ദെൻ വയറിന് മുകളിലായിട്ട് മൈക്രോമീറ്റർ ആൻവിൽസ് പ്ലേസ് ചെയ്യുന്നു. ഇൻ ദിസ് മെത്തേഡ് 3 wires of equal and precise diameter are placed in the thread grooves at opposite sides of the screw and measuring distance M over the outer surface of the wire with the micrometer. എന്താണ് M? മൈക്രോമീറ്ററിൻ്റെ ആൻവിൽ ടു ആൻവിൽ ഡിസ്റ്റൻസ് ആണ് M. ദെൻ മൈക്രോമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് M മെഷർ ചെയ്യുന്നു. Out of the 3 wires in the set, 2 wires are placed on one side and the third on the other side. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ 2 വയേഴ്സ് ത്രെഡിൻ്റെ ഒരു സൈഡിലും ഒരു വയർ എന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റ് സൈഡിലും ആയിരിക്കും. The wires are either held in hand or secured in the grooves by applying grease in the threads or by sticking the ends of the wires Vaseline. This method ensures the alignment of micrometer anvil faces parallel to the thread axis. Therefore, this method of measuring effective diameter is more accurate. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് എന്ത് എൻഷുർ ചെയ്യാൻ പറ്റും? ദ അലൈൻമെൻറ്റ് ഓഫ് മൈക്രോമീറ്ററിൻ്റെ അൻവിൽ ഫേസ്
ത്രെഡ് ആക്സിസുമായിട്ട് പാരലാണ്. Then the effective diameter can be calculated by following elements. എന്തൊക്കെയാണ്? The reading of the micrometer, that is M, equal to E plus Q. E എന്ന് പറയുന്നതാണ് effective diameter. Q is the constant depending upon the wire diameter and flying angle. Then small d എന്ന് പറയുന്നത് where W is the diameter of wire. Wire diameter എന്ന് പറയുന്നത് W ആയിരിക്കും. ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കും. ദെൻ ക്യൂ ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു 1 മൈനസ് കൊസിക് തീറ്റ മൈനസ് പി ബൈ ടു കോട്ട് തീറ്റ, വെയർ പി ഈക്വൽ ടു പിച്ച്. ഓക്കെ, ദെൻ ദ എഫക്റ്റീവ് ഡയമീറ്റർ ഇ ഈക്വൽ ടു എം മൈനസ് ക്യൂ. എം മൈനസ് ക്യൂ എന്താണ്? ഈ ഒരു വാല്യൂ. സോ എം മൈനസ് ഡബ്ല്യു ഇൻറ്റു 1 മൈനസ് കൊസിക് തീറ്റ മൈനസ് പി ബൈ ടു കോട്ട് തീറ്റ. അപ്പോൾ ഇതാണ് 1 വയർ മെത്തേഡ്, 2 വയർ മെത്തേഡ്, 3 വയർ മെത്തേഡ്, ദെൻ ത്രെഡ് മൈക്രോമീറ്റർ. ഈ ഇത്രയും മെത്തേഡ്സിലൂടെ നമുക്ക് എഫക്റ്റീവ് ഡയമീറ്റർ ഫോർ എക്സ്റ്റേണൽ ത്രെഡ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ദെൻ ഇൻറ്റേർണൽ ത്രെഡ്. ഇൻറ്റേർണൽ ത്രെഡിനെ എങ്ങനെ മെഷർ ചെയ്യാം? യൂസിങ് ത്രെഡ് കമ്പാരേറ്റർ. എ പെയർ ഓഫ് ബോൾ ടിപ്സ് എൻഗേജ് ദ ഫ്ലാങ്സ് ഓഫ് ദ ത്രെഡ് ഇൻ ദ വർക്ക് ആൻഡ് മെഷർ ദ എഫക്റ്റീവ് ഡയമീറ്റർ. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്, നമ്മൾ മേജർ ഡയമീറ്റർ ഫോർ ഇൻറ്റേർണൽ ത്രെഡ് മെഷർ ചെയ്യാൻ നേരത്ത് നമ്മളൊരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തു. ഒരു സ്റ്റൈലസ്, അതിൻ്റെ എൻഡിൽ ബാൾസ് ഒക്കെ ഉള്ള സ്റ്റൈലസ്, അതുപോലെ തന്നെ ഒരു അപ്പാരറ്റസ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. എ പെയർ ഓഫ് ബോൾ ടിപ്സ് എൻഗേജ് ദ ഫ്ലാങ്സ് ഓഫ് ദ ത്രെഡ്. പത്രത്തിൽ സ്റ്റൈലസിൻ്റെ എൻഡിലായിട്ട് ബാൾസ് ഉണ്ടാകും. ഈ ബാൾസ് ആയിരിക്കും ത്രെഡിൻ്റെ ഫ്ലാങ്സിൽ എൻഗേജ് ചെയ്യും. ദെൻ എഫക്റ്റീവ് ഡയമീറ്റർ മെഷർ ചെയ്യും. ഒരു സിമ്പിൾ ഡയഗ്രാമായിട്ട് കാണിക്കുകയാണെങ്കിൽ, ഇത് സ്റ്റൈലസ് ആണെങ്കിൽ ഇവിടെയായിട്ട് ബോൾസ് ഉണ്ടാകും. അത് നമ്മൾ ഇൻറ്റേർണൽ ത്രെഡിൽ പ്ലേസ് ചെയ്യുന്നു. അതിൻ്റെ ഫ്ലാങ്സിൽ കോൺടാക്റ്റ് വരുത്തിക്കൊണ്ട് എഫക്റ്റീവ് ഡയമീറ്റർ എത്രയാണെന്ന് മെഷർ ചെയ്യുന്നു. വൺ ഓഫ് ദ സ്റ്റൈലി ഈസ് അറ്റാച്ച്ഡ് ടു എ ഫ്ലോട്ടിംഗ് ഹെഡ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ കോൺസ്റ്റൻറ്റ് വിത്ത് ദ സ്പിൻഡിൽ ഓഫ് ദ ഡയൽ ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇതേ ഒരു കാര്യമാണ് നമ്മൾ ഇൻറ്റേർണൽ ത്രെഡിൻ്റെ മേജർ ഡയമീറ്റർ മെഷർ ചെയ്യാൻ നേരത്ത് നമ്മൾ കണ്ട അതേ ഒരു അപ്പാരറ്റസ് ആണ് ഇവിടെയും യൂസ് ചെയ്തത്. അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ വൺ ഓഫ് ദ സ്റ്റൈലസ് ഈസ് അറ്റാച്ച്ഡ് ടു എ ഫ്ലോട്ടിംഗ് ഹെഡ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ കോൺടാക്ട് വിത്ത് ദ സ്പിൻഡിൽ ഓഫ് ഡയൽ ഇൻഡിക്കേറ്റർ. Then movement of floating head towards the indicator is constrained by a spring. The instrument is set to a reference standard with the dial pointer at 0. To use the gauge, the floating head is retracted to insert the ball tips in the internal threads of the work and released to allow the tips to engage the flanks of the thread under the pressure of the spring. The dial indicator then shows the deviation from the nominal size which the gauge is set. ഇവിടെ നമ്മൾ സ്റ്റൈലസും ബോളും യൂസ് ചെയ്യുന്നു. ഡയൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് മെഷർമെൻറ്റ് എടുക്കുന്നു. Then fixed head carrying the left hand ball tip is adjusted by a fine screw to set the gauge to the reference standard. Then measurement of pitch. എങ്ങനെയാണ് പിച്ച് മെഷർ ചെയ്യുന്നത്? അപ്പോൾ അതിനുള്ള എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഉള്ളതെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.